ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. അതായത് ഇനിയും SCERT പഠിച്ച് തുടങ്ങാത്തവർക്കായിട്ട് നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. SCERT സീരീസ് അതായത് 5ാം ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനിടയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ, കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലൊക്കെ ഓൾമോസ്റ്റ് വീഡിയോ നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെ പുതിയ പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ചാപ്റ്റർ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ പാർട്ടിൽ വരുന്നത് 6 ചാപ്റ്റേഴ്സാണ്. ഇതിൽ പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഇല്ല, നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഭക്ഷണവും മനുഷ്യരും, പിന്നെ തൊഴിൽ വൈവിധ്യങ്ങൾ, വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ, വരയ്ക്കാം വായിക്കാം, ജനങ്ങളാൽ. അപ്പോൾ നമുക്ക് PSC പഠിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് ഉള്ള ചാപ്റ്ററാണ് ഈ 6ാമത്തെ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് പഠിച്ചതിന് ശേഷം ആ ഒരു ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സാണ്. ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ 5ാം ക്ലാസ്സിൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാതുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? പീലിയുടെ ഗ്രാമം എന്നാണ്. കൂട്ടുകാരെ അവധിക്കാലം തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് പീലി സഹപാഠികളെ തൻ്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ? നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിലൊന്ന് പോയി വന്നാലോ? അപ്പോൾ 5ാം ക്ലാസ്സിലെ പിള്ളേരോട് പറയാണ്, എന്താ പറയുന്നത്, ഈ പീലിയുടെ ഗ്രാമത്തിലേക്ക് കിടക്കാനായിട്ട് പറയാം അല്ലേ. അതായത് പീലിയുടെ ഗ്രാമം എവിടെയാണ് നോക്കി നോക്കാം. നമുക്ക് ഇവിടെ നോക്കി ഈ പീലി ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ഗ്രാമത്തിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കൂട്ടുകാരെന്തൊക്കെ പറയണേന്ന് നോക്കാം. ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എൻ്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്കൊരു അനിയൻ കൂടിയുണ്ട്. എൻ്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. എൻ്റെ പേര് വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ മമ്മി സ്വന്തമായ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. ഞാൻ ചമേലി. ഞങ്ങൾ അസം സ്വദേശികളാണ്. ഞാനും മായും പാപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ 5ാമത്തെ ആളായിട്ട് നിങ്ങളെ വരച്ച് ചേർത്ത് സ്വയം പരിചയപ്പെടുത്താൻ പറയുന്നുണ്ട്. 5ാം ക്ലാസ്സിലെ പിള്ളേരോട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഡീറ്റെയിൽസ് പറയാനാണ് അവിടെ പറയുന്നത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ കേട്ടോ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. അറിയാമല്ലോ അല്ലേ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേര് കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. മാ എന്നും പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്. അപ്പോൾ ചമേലി എന്ന് പറഞ്ഞ കുട്ടി പറയുന്നുണ്ട്, ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്, ഞാൻ അസാംകാരിയാണ്, പക്ഷേ കേരളത്തിലാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാലയങ്ങളിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളിൽ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത് അസമിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും പിന്നെ ജാർഖണ്ഡിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് നമുക്ക് മനസ്സിലായി. ഇനി യാത്രയ്ക്ക് ഒരുങ്ങാം. നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ഒന്ന് സമ്മതിച്ചു കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു കുട്ടി പറയാണ്. വേറൊരു കുട്ടി പറയാണ്, പപ്പായും മമ്മിയും മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്ക് ഇവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ കുട്ടി എന്താ പറയുന്നത്, ഞാൻ എവിടെ പോയാലും മാക്കി പേടിയാണ്. ചമേലിയാണ് പറയുന്നത് അല്ലേ. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. അപ്പം അമ്മ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവുന്ന വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ലാന്ന് വേറൊരു കുട്ടിയും പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളും ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങിയാൽ അപ്പോൾ നിങ്ങളുടെ ചില ആശങ്കകൾ എന്തൊക്കെയാണെന്നൊക്കെ എഴുതാൻ പറയുന്നുണ്ട്. നമുക്ക് നമ്മളെ കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി യാത്രകൾക്ക് മുമ്പ് നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ, എങ്ങോട്ടാണ്, എന്തിനാണ്, എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ബാഗിൽ കൊണ്ടുപോകാറ്, ബാഗിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകാറെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഓരോരുത്തരും ചിന്തകളാണ് പറയുന്നത്. മറ്റുള്ളവർ മാറ്റി നിർത്തോ, പിന്നെ അമ്മ ഒറ്റയ്ക്കാന്ന് പറഞ്ഞു, ഒരു കുട്ടിയുടെ അപ്പം അമ്മ ഒറ്റയ്ക്കാകോ, എല്ലായിടത്തും പോകാനായിട്ട് പറ്റുമോ, നഗരത്തിൽ സൗകര്യം ഉണ്ടാവുമോ എന്നൊക്കെ ഓരോരുത്തർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പീലിയുടെ ഗ്രാമത്തിലേക്ക് കിടക്കുകയാണ്. ഒരു ഈ യാത്രക്കാരൻ പാടാനൊക്കെ പറയുന്നുണ്ട്. അവിടെ നമ്മൾ 1ാം മലയിൽ കയറണ്ടേ, അവിടെ നിന്ന് തലകുത്തി മറിയണ്ടേ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് പീലിയുടെ ഗ്രാമം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹായ്, ഇതാണ് പീലിയുടെ ഗ്രാമം. ഇതാ പീലി. എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നത്, എന്താ ഇത്ര വൈകിയെന്ന് കുട്ടി ചോദിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെ അമ്മേനെ കാണുകയാണ്. അപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് വന്നാലേ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഒരു കുട്ടി പറയുന്നു, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നത്.
അപ്പം ഒരു കുട്ടി പറയുകയാണ് എന്താണ് എന്തൊരു ജാടയാണ് ഇതൊക്കെ മോനൊന്നും കഴിക്കുന്നില്ല, ഇതൊന്ന് കഴിച്ച് നോക്കും. ഇവിടുത്തെ വയലിലുണ്ടായ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. പിന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനുമൊക്കെയാണുള്ളത്. അച്ഛനാണ് മീൻ കറി ഉണ്ടാക്കിയത്. അപ്പം കുട്ടി പറയുന്നത് എന്താണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതല്ല വാങ്ങുന്നത്. വേറൊരു കുട്ടി പറയുന്നുണ്ട്, പീലി വളരെ നന്നായിട്ടുണ്ട്, എന്ത് നല്ല രുചി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞു തരണേ, നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ വയലുണ്ടാവും, പോയിക്കോളും എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ അച്ഛൻ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ, എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നൊക്കെ. കൊള്ളാം, എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് അല്ലേ, ഒരു കുട്ടി, എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു, എന്താണെങ്കിൽ എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ, ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യും ബേലി, ഗെയിം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും, നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ നഗരത്തേക്കാൾ രസം ഇവിടെ തന്നെയാണ് ആ ഒരു കുട്ടിയും പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ പലതരം കളികളുണ്ട്. ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ച് ഉല്ലസിക്കുന്നത് നമുക്ക് കണ്ടുവരാം. അപ്പോൾ ഏതൊക്കെ കളികളാണ് നമ്മൾ കളിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രാമഭംഗിയാണ് ഇവിടെ പറയുന്നത്. ആഴ്ച ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും. അപ്പോൾ ആഴ്ച ചന്തകൾ ഉണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അവിടെയാണ് സാധനങ്ങൾ കൊണ്ട് വിൽക്കുന്നതും വാങ്ങുന്നതൊക്കെ അല്ലേ. ഇനി ഈ ഗ്രാമത്തിൽ ഇതുപോലെ കുറേ കുളങ്ങളുണ്ട്. കുളം കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ കുളത്തിൽ നീന്താൻ പഠിച്ചൊക്കെ വിടുന്നതാണ് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും സന്തോഷമാണ് ഒരു കുട്ടി പറയുന്നുണ്ട് അല്ലേ. കൊയ്ത്തിന് ശേഷം രണ്ടാം വിള ഇറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളതെന്നും പറയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ്. ഇത് ഏതാണ് ഉത്സവം? അമ്പലങ്ങളിൽ ഉത്സവമൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അങ്ങനെ പീലി, നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ്, എനിക്ക് ഈ കാഴ്ചകളെക്കുറിച്ച് അമ്മയോട് പറയാൻ ധൃതിയായി. നഗരജീവിതം മാത്രം രസമാണെന്നാണ് ഞാൻ വിചാരിച്ചത്, ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി, എൻ്റെ നാട്ടിലെ ഗ്രാമം ഇതുപോലെയൊക്കെയാണെന്ന് മാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും കുറച്ച് കഥകളൊക്കെ പറയുകയാണ്. പീലിയുടെ ഗ്രാമത്തിൽ പോയപ്പോഴായ സന്തോഷമൊക്കെയാണ് ഇവിടെ അറിയിക്കുന്നത്. നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്ദേശം ഉണ്ടാകുന്നതാണ് ആദ്യം കരുതുന്നത്. ഇവിടെ എത്തിയപ്പോൾ ആ ചിന്ത മാറി എന്നറിയുന്നത് നഗരത്തിലുള്ള കുട്ടിയെ. വിക്കി പറഞ്ഞ പോലെ ഞാനും ചിന്തിച്ചിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെയുണ്ട്, എല്ലായിടത്തും സന്തോഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നെല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായി മാറ്റി നിർത്തുമെന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ മാറി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇത്രയും കാര്യമായിട്ടുള്ള ചാപ്റ്റർ ഒന്നല്ല, ജസ്റ്റ് നമ്മളൊരു കാർട്ടൂണൊക്കെ പഠിച്ചു പോകണ പോലെ നോക്കാം. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്, ഓരോരുത്തർക്കും ഓരോ സംസ്കാരങ്ങളും ജീവിത രീതികളുണ്ട് അല്ലേ. അപ്പോൾ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനേക്കാൾ നല്ലൊരു സ്ഥലമാണ് ഗ്രാമം. അവർ താമസിച്ച് ഒരാൾ നഗരത്തിലാണെന്നുണ്ടെങ്കിൽ ഒരാൾ അസാമിലാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ കൾച്ചറും അതുപോലെ തന്നെ ആഘോഷങ്ങളൊക്കെ വ്യത്യസ്തമാണെന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലായി. ഇത്രയേ ഉള്ളൂ ഒരു ചാപ്റ്ററിൽ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ചെറിയൊരു ചാപ്റ്റേഴ്സാണ് ആദ്യമൊക്കെ വരുന്നത്, പിന്നെയാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വരുന്നത്.